Hello everyone, welcome to LearnMate Academy. I am Manaka Sundosh, your online teacher. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പല സ്റ്റുഡൻസിനും വരുന്നൊരു കോമൺ ഡൗട്ടാണ്. മാർച്ചിൽ എക്സാം എഴുതി അതിൽ ഞാൻ ഫെയിലായിരുന്നു, എഗെയിൻ എനിക്ക് ജൂണിൽ നടക്കുന്ന എക്സാം എഴുതാൻ സാധിക്കുമോ എന്നുള്ളത്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ മാർച്ച് എക്സാം ഫെയിലായവർക്ക് ജൂൺ എക്സാം എഴുതാമോ എന്നുള്ളത്. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ ഓൺലൈൻ ട്യൂഷൻസ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാച്ചിൻ്റെയും +2ൻ്റെയും അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാച്ചിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്നുള്ളത് നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 6 സബ്ജക്ട്സ് ആണ്. അക്കൗണ്ടൻസി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, മലയാളം, ഇംഗ്ലീഷ്. ഇത്രയും സബ്ജക്റ്റിൻ്റെ എക്സ്പ്ലനേഷൻ വളരെ ഈസി ആയിട്ടും ക്വിക്ക് റിവിഷൻ മെറ്റീരിയൽസ്, അതുപോലെ നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമുള്ള ചെറിയ ചെറിയ നോട്ട്സ്, ഒട്ടും ബേസ് അറിയാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും നിങ്ങൾ നല്ല രീതിക്ക് പഠിപ്പിച്ച് നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ടിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ മെയിൻ എയിം എന്നുള്ളത്. അത് മാത്രമല്ല, ഇനി ഞാൻ എങ്ങനെ പഠിച്ചിട്ടും പാസ്സാവില്ല, വെറും 1 മന്തല്ലേ സമയമുള്ളൂ എന്നൊക്കെ ആലോചിച്ച് വെറീഡായിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അടിപൊളി ബാച്ചാണ് നമ്മുടെ ബാച്ച് എന്ന് പറയുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യണം. കോൺടാക്ട് നമ്പർ കൂടെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, 7012787895. സോ നമുക്ക് നിങ്ങൾക്കൊക്കെ വരുന്ന ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. മാർച്ച് എക്സാമിൽ ഫെയിലായി, അതുകൊണ്ട് എനിക്ക് എക്സാം എഴുതാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത്, മാർച്ചിൽ എക്സാം എഴുതാൻ വേണ്ടി നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാർച്ചിൽ എക്സാം രജിസ്റ്റർ ചെയ്ത എല്ലാ സ്റ്റുഡൻസിനും ജൂണിൽ എഗെയിൻ നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കും. സോ നിങ്ങൾ ഒരൊറ്റ കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി, നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മാർച്ചിൽ മാത്രമല്ല നമുക്ക് ജൂണിൽ എഴുതാനുള്ള അവസരം കൂടെ ലഭ്യമാണ്. അപ്പോൾ അതൊക്കെ ഓക്കെയാണ്, എനിക്കറിയാം മാർച്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജൂണിൽ എഴുതാമെന്നുള്ള കാര്യം. പക്ഷെ ഞാൻ ഓൾറെഡി ഫെയിലായ സ്റ്റുഡൻ്റ് ആണ്, മാർച്ചിൽ എക്സാം എഴുതി എഗെയിൻ ഫെയിലാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ജൂണിൽ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളത് അല്ലേ. അപ്പോൾ നോർമലി എല്ലാ സ്റ്റുഡൻസിനും മാർച്ചിൽ ഫെയിലായാലും പാസ്സായാലും നിങ്ങൾക്ക് ജൂണിൽ ഡെഫിനറ്റായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള അവസരം അവൈലബിൾ ആണ്. സോ ഇതാലോചിച്ച് വരീടാവണ്ട, പാസ്സായാലും ഫെയിലായാലും നമുക്ക് ഡെഫിനറ്റായിട്ട് ജൂണിൽ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ചില സ്റ്റുഡൻസിന് ഡൗട്ടാണ് ഫെയിലായ സബ്ജക്റ്റിന് റീവാലുവേഷൻ കൊടുക്കാമോ എന്നുള്ളത് കേട്ടോ. അതും നമുക്ക് കൊടുക്കാൻ കഴിയും, കാരണം ഫെയിലായതിപ്പോൾ 2-3 മാർക്കിനാണെന്നുണ്ടെങ്കിൽ മേ ബി റീവാലുവേഷന് കൊടുക്കുമ്പോൾ പാസ്സാവാനായിട്ടുള്ള ചാൻസും വളരെ വൈഡാണ്. ഓക്കെ, സോ ഈ 2 ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചാൽ മതി. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ കൃത്യമായി ലഭിക്കാനായിട്ട് നമ്മൾ ഓൾറെഡി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.